ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ. റെസിപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഉണ്ട്, വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മളെ ഗിവ് അവേൻ്റെ വിന്നറേയും ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു നോക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കമൻറ്റ്, വീഡിയോ കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു കമൻറ്റ് അത് മസ്റ്റാണ് കേട്ടോ. അതെന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും എന്തായാലും ചെയ്യാതെ പോലെ. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കിച്ചണിലേക്ക് ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത്. ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. എനിക്ക് കുളിക്കാതെ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നതും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഒരു ഫ്രഷായിട്ട് കിച്ചണിലേക്ക് കയറുന്നതും രണ്ടും എനിക്ക് രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഒന്നും കൂടെ നല്ല എനർജി ആയിട്ട് പണികളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ സ്പീഡും ഒരു മൈൻഡിന് തന്നെ ഒരു ഉഷാറ് കിട്ടുക കുളിയൊക്കെ കഴിഞ്ഞൊന്നും ഫ്രഷായിട്ട് കിച്ചണിലേക്ക് കയറുമ്പോഴാണ്. അപ്പം ഞാൻ അധികവും അത് ഫോളോ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് ചിലർക്കൊന്നും കുട്ടികളുള്ളവർക്കാണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും രാവിലെ പറ്റണമെന്നില്ല. അത് ശീലമായി വരുന്നവർ എങ്ങനെയെങ്കിലും അതിനുള്ള സമയം കണ്ടെത്തും കേട്ടോ. കാരണം അവർക്ക് അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു സുഖവും അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ദാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് മടിയൊക്കെ ഉള്ളപ്പോൾ എന്നാൽ കറിയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഇതാ ഞാൻ പച്ചരി, 1 ഗ്ലാസ് പച്ചരി ഇന്നലെ രാത്രി കഴുകി കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി കേട്ടോ. അതിലേക്ക് ഒരു ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് തേങ്ങ എടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് ഒരു ചെറിയ സവാളേൻ്റെ ഒരു പകുതി സവാള എടുക്കുക. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് കേട്ടോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പച്ചരിയില്ലേ അത് മിക്സീൻ്റെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരി മാത്രം നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു മസാല ദോശ എന്ന് പറയാൻ പറ്റില്ല, മസാല ദോശ വേറെ ഐറ്റം അല്ലേ, മസാല അപ്പം എന്നൊക്കെ പറയാം കേട്ടോ. മസാല ഇടുന്നത് കൊണ്ടാണ് ഇതിനെ മസാല അപ്പം മസാല ദോശ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ അരിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. ഞാനിതിൽ ചേർക്കുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോഴാണ് നിങ്ങൾക്കിത് കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ഇഷ്ടമാവും, എന്തായാലും നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നമ്മൾ മാവിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നല്ല ഫൈൻ, ഞാൻ കാണിച്ചു തരാം അവസാനം. അപ്പോൾ ഇതാ അരിയെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയല്ലേ, അതായത് 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1/2 ഗ്ലാസ് തേങ്ങ കേട്ടോ. അങ്ങനെ കണക്കാക്കിയിട്ട് ഏത് പാത്രമാണെങ്കിലും അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ, സവാള, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അധികം അരയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അറിയാമല്ലോ, സവാളയൊക്കെ ഒന്ന് ക്രഷായി കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി. തേങ്ങയൊക്കെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ അരയെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടെ ടൈറ്റായ കുഴപ്പമില്ല, ഇനിയും ഇതിനേക്കാൾ ലൂസായിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ഒരു ദോശയ്ക്ക് ഒരു ഷേപ്പില്ലാതെ ഒരു ഷേപ്പ്ലെസ് ഒക്കെ ആയിപ്പോവും. ഇച്ചിരി ടൈറ്റായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മസാലാസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഓരോ അപ്പായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഭയങ്കര ഈസി അല്ലേ ഇത്. ഞാനധികം ഉണ്ടാക്കുക കറികളൊന്നും ഇല്ലാതെ നമുക്കൊരു മടിയൊക്കെ തോന്നുന്ന ദിവസം ഉണ്ടല്ലോ, കറിയൊന്നും ഉണ്ടാക്കാൻ തോന്നാത്ത ദിവസം, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നൊരപ്പമുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ കറി കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇല്ലാണ്ട് തന്നെ ഒരു റെസിപ്പി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നിങ്ങൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട. അപ്പം ഞാൻ നമ്മളെ കാസ്റ്റ് അയണിൻ്റെ അയൺ പാനാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്ത്, നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നും തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓരോ തവി മാവായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മളെ എന്താ പറയുക, സാധാ ഉഴുന്ന ദോശ പോലെ അങ്ങ് പരത്തണ്ട, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. മാവിൻ്റെ കട്ടിയൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. വേഗത്തിനാവട്ടോ, 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോഴത്തേക്കും മുകൾ ഭാഗമെല്ലാം കുക്കായിട്ട് വരും. മുകൾ ഭാഗം ഒന്ന് ആറി വരില്ലേ, ആ മാവ് ഒന്ന് ആറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ, കുറേ സമയമൊന്നും വേണ്ട.
അപ്പോൾ ഇത് മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നെയ്യ്, ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യെല്ലാം ആക്കി കൊടുക്കാം കേട്ടോ. ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. സൈഡിലും മുകൾ ഭാഗത്തൊക്കെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക, സെക്കൻഡുകൾ മാത്രം ഒന്ന് തിരിച്ചിട്ടിട്ട് എടുക്കുക കേട്ടോ. അത്രയും ഭയങ്കരമായിട്ട് കുക്കാവാനൊന്നും ഇനിയില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നെയ്യിൽ കിടന്നൊന്ന് നല്ല ടേസ്റ്റി ആവും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ഈസി അപ്പം ദോശ എന്നൊക്കെ പറയും. അപ്പോൾ സെറ്റാണ് ഇത്. കണ്ട ഇതിന് നമ്മൾ കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കും ഓരോ അപ്പാവുമ്പോഴും. അപ്പോൾ നമ്മൾ കഴിക്കാനെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നായിട്ടും ചുട്ടെടുക്കട്ടെ. ഒരു മാവ് ഒരു തവി മാവ് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് നമ്മൾ കല്ലിൽ തട്ടാതെ ഒന്ന് പരത്തി കൊടുക്കൂലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക, അടച്ച് വെക്കുക. ജസ്റ്റ് കുറച്ച് സമയം, ഒരു അരമിനിറ്റ് ഒക്കെ മതിയാവും, അടച്ച് വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നെയ്യ് വേണ്ടവർ വെളിച്ചെണ്ണ, അത് എന്താണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അധികവും ഇത് ഞാൻ ഉണ്ടാക്കൽ രാത്രി, അതാണ് നിങ്ങൾക്ക് റെസിപ്പി വരാൻ വൈകിട്ടുണ്ടാവും. ഞാൻ അധികം വൈകുന്നേരമൊക്കെയാണ്, അതായത് രാത്രിയിലത്തെ നമ്മൾ ഫുഡ് കറിയൊന്നും ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കും കേട്ടോ. എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ക്യാരറ്റ് ഉള്ളിയൊക്കെ ആക്കിയിട്ടെടുക്കുന്ന അതിൽപ്പെട്ട ഒരു ഐറ്റമാണത്. വൈകുന്നേരമല്ലേ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ഭയങ്കര ഈസി ആവില്ല. രാവിലത്തേക്ക് നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കൂലേ, അതൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കഴിക്കാനുള്ള വിശപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് രാവിലെ എന്തായാലും ഉണ്ടാക്കും. വൈകുന്നേരം തൊട്ടാണ് മടി വരിക. അപ്പോൾ ഇതാ നമ്മളെ ദോശ സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ 10 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്തായാലും വീഡിയോയിൽ ഓരോ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ അതുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോകാൻ കൊതിയാകുന്നു, ഷോപ്പിങ്ങിനൊക്കെ പോകാനെന്ന്. അപ്പോൾ നല്ല കിടിലൻ ഷോപ്പിംഗാണ് കേട്ടോ. ചെറിയ ഷോപ്പിംഗ് ഒന്നല്ല, നല്ല കിടിലൻ ഷോപ്പിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഷോപ്പിംഗാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരുക കേട്ടോ. അതിലേക്ക് എൻജോയ് ചെയ്യുക. ഒന്ന്, നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണം. 2, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു അപ്പത്തിലേക്കില്ല, ആ ഒരു ദോശയിലേക്ക് കറിയൊന്നും ആവശ്യമില്ല, അതാണ് അതിൻ്റെ സത്യം. ഞാനൊരു ചെറിയ റെസിപ്പി, ഒരു ചമ്മന്തീൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഒരു 5-8 ഉണക്കമുളക്, അത് നമ്മൾ എരിവിനനുസരിച്ച് കേട്ടോ. കടായിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ചട്ട് കൊടുത്തത്. മുളകൊന്ന് മുരിഞ്ഞു വരില്ലേ, ആ ഒരു രീതിയിൽ. കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ, ഒന്നാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ പുളി, ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഈത്തപ്പഴം ഒരു 4-5 എണ്ണം കേട്ടോ എടുക്കുക, നിങ്ങളെ കയ്യിൽ ഉള്ളതിന് നമ്മൾ എരിവിനനുസരിച്ചൊക്കെ എടുത്തോ. ഞാനിപ്പോൾ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് പുളിയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണേ, ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ചെറിയ ഉള്ളിയൊന്നും വഴന്ന് വരില്ലേ, ആ ഒരു നമ്മൾ ചമ്മന്തിയൊക്കെ ചുട്ടിറക്കുന്ന ചമ്മന്തീൻ്റെയൊക്കെ ആ ഒരു ലെവലിലേക്കാവുന്ന സമയത്ത് അത്രയും മതി, അത്രയൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാനൊരു സാധനം വിട്ടുപോയി, കായല്ലേ, കായപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കായത്തിൻ്റെ പീസാണ്, അത് അതിലൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അതും കൂടെ ചേർക്കണം, എപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് നിങ്ങൾക്ക് ബിരിയാണി, അങ്ങനെ ബിരിയാണീൻ്റെ ഒക്കെ സൈഡായിട്ട്, മന്തി ബിരിയാണീൻ്റെ ഒക്കെ സൈഡായിട്ട് ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഹെൽത്തിയുമാണ്. കാര്യം നമ്മളിതിൽ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇത്രയും മതി കേട്ടോ. ആ മുളകൊന്ന് ഇതായിക്കിട്ടെ, സവാളൊക്കെ ഈ രീതിയിലൊന്ന് ആയിക്കിട്ടെ, പെട്ടെന്ന് തന്നെ ആവും. 1-2 മിനിറ്റ് തന്നെ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് നാറുന്ന സമയത്ത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കണം. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളമാക്കിയിട്ട് പേസ്റ്റ് ആക്കിക്കോ, കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഇതുപോലെ ക്രഷായി ആ ഉള്ളിയും ഈത്തപ്പഴവും മുളകും എല്ലാം ഇങ്ങനെ ക്രഷായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പറയുന്നതല്ല, എൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചമ്മന്തി നമ്മൾ വെറുതെ ഇങ്ങനെ കഴിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടം ഒന്നിൻ്റെ കൂടെ അല്ല, വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ബിരിയാണി, മന്തി ഒക്കത്തിൻ്റെ കൂടെ സൈഡായിട്ട്, കപ്സ ഇതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഈ ഒരു അപ്പം ഒരു 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് വയറ് ഫില്ലാവും. നല്ല കഴിക്കാനും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഞാൻ പറഞ്ഞൊരു കട്ടൻ ചായ മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഗിവ് അവേയിലെ വിന്നേഴ്സിന് ആരൊക്കെയാണെന്ന് അറിയണ്ടേ.
അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ 10 പേരെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ ഇതാ ബുഷ്റമോൾ VK, കൺഗ്രാജുലേഷൻസ്. അടുത്തത് ഹഷ്റഫ് തൈവളപ്പിൽ. മൊത്തം നമ്മളിതിൽ കാണിക്കുന്നില്ല, കാര്യം അത്രയും ടൈം വെറുതെ കളയണ്ടല്ലോ. ഇനി ബാക്കിയുള്ള വിന്നേഴ്സിനെ നമുക്ക് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ അവർക്കുള്ള നമ്മൾ 10 പേരെ ഓൾറെഡി സെലക്ട് ചെയ്തു കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയും. അപ്പം ഞാൻ നമ്മളെ കൽപ്പറ്റയിലെ സിന്ദൂറിലെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ തന്നെയാണ് അധികവും പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഇവരുടെ പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ വാങ്ങുന്ന ഷോപ്പിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്കും സാധനം വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ചുരിദാറും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയുക, എൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഡ്രസ്സും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അത് സെലക്ട് ചെയ്യലാണ്. നല്ല സെലക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കല്യാണ സീസണോ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സെലക്ഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല റേറ്റും നല്ല കുറവാട്ടോ. ഇപ്പോൾ ഒരു നല്ല റേറ്റിലുണ്ട്, പക്ഷേ ഒരു 2000-ൻ്റെ ചോടെ, ഒരു 1500-ൻ്റെ ചോടെ വരെ നല്ല നല്ല ചുരിദാർ ബിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബിറ്റാണ് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് നമ്മൾ അവർക്ക് വിന്നേഴ്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർക്കത് കറക്റ്റ് ആവില്ല, ചിലപ്പം ആ ഒരു മോഡൽ ഇടാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബിറ്റാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് തയ്ച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഇതുപോലെ ബിറ്റ് എടുക്കാറുണ്ട്. പിന്നെ റെഡിമെയ്ഡിൽ ഇങ്ങനെ ഗൗൺ ടൈപ്പ് ചുരിദാറുകളില്ലേ, അതായത് ടോപ്പുകൾ ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്നതും, അതായത് പുറത്തേക്ക് ഇടാനുള്ള വാങ്ങിയിട്ട് അത് കുറച്ച് ഇട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീട്ടിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് അധികവും ഇടൽ. പിന്നെ ചുരിദാറിന് ഇപ്പോൾ വീഡിയോ ഒക്കെ ആയത് കാരണം ഇപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സുകൾ വേണമല്ലോ, അതുകൊണ്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനത്തെ മോഡൽ പറഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അവിടെ നിന്ന് തയ്പ്പിക്കലുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഓൾറെഡി ഉള്ള വീഡിയോ കാണുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. പക്ഷേ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കണ്ട നല്ല രസമല്ലേ കാണാൻ, നല്ല കളർ കേട്ടോ. ഇതിൽ വരുന്ന ഇപ്പോൾ സ്റ്റോൺ വർക്ക് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടല്ലോ ചുരിദാറിൽ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ സ്റ്റോൺ വർക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. സ്റ്റോൺ വർക്കാണ് ഇതിലെല്ലാം വരുന്നത്. നല്ല സ്റ്റോൺ കേട്ടോ, ഈ ഒരു ലോക്കൽ അങ്ങനെയല്ല, നല്ല സ്റ്റോണായിട്ടുള്ള സ്റ്റോണിൻ്റെ വർക്കാണ് ഇതിലെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 വിന്നേഴ്സിനെ നമ്മൾ പറഞ്ഞു. അടുത്ത ആൾ അതുപോലെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും. കാര്യം കഴിഞ്ഞ, അതായത് നമ്മൾ ഗിവ് അവേ ഉണ്ട് എന്ന് പറഞ്ഞ് തൊട്ടിട്ടുള്ള വീഡിയോസിൽ നിന്ന് നമ്മൾ കമൻ്റ് ഇട്ടവരെ എടുത്തു. അതുപോലെ അതിൻ്റെ മുമ്പുള്ളവരിൽ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഗിവ് അവേ എന്ന് പറയുന്നവരെ മാത്രമല്ല എടുത്തിട്ടുള്ളത്, അതിൽ നിന്ന് അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പുള്ള വീഡിയോ നിന്ന് നമ്മൾ എടുത്തു. ആ വീഡിയോ ഒന്നും കൂടെ നമ്മൾ കമൻറ്റ് ഇട്ടവരെയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത നമ്മളെ വിന്നർ റാബിയ J6K. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ അവസാനിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ആളുകളെ പറയാം കേട്ടോ, ഓരോരുത്തരായിട്ട് പറയാം ആർക്കാണ് നമുക്ക് ലക്കെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു യെല്ലോ കളർ ചുരിദാർ, മസ്റ്റാർഡ് യെല്ലോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ ഒരു പീച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് ഏകദേശം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഇത് കണ്ടോ, എല്ലാം നല്ല ഭംഗിയില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ കുറേ പേര് വീഡിയോയിൽ കമൻറ്റ് ഇടാറില്ല, വീഡിയോ ഫുള്ളായിട്ട് കാണാറുണ്ട്. അതായത് എന്നും സ്ഥിരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് വീഡിയോ കാണാറുണ്ട്, പക്ഷെ കമൻറ്റ് ഇടാറില്ല, കമൻറ്റ് ഇടുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്ത സത്യമാണ്, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്ന് എനിക്കറിയാം, അല്ലാണ്ട് ഇത്ര വ്യൂസ് വരില്ലല്ലോ. പക്ഷേ എനിക്ക് തെളിവ് വേണം. കാരണം കമൻറ്റിൽ നിങ്ങളെ പേര് എനിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഒരു കമൻറ്റ്. ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന പോലെ നല്ല സമയമില്ലാത്തവരൊക്കെ ഉണ്ടാവും, എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ കാണുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒരു ഇമോജിയെങ്കിലും ഇട്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ സിന്ദൂറിൽ നിന്ന് 2 ചുരിദാർ സെലക്ട് ചെയ്തു. അതിന് ശേഷം
നമ്മൾ ഒലീവ്സിലാട്ടോ വന്നിട്ടുള്ളത്. ഒലീവ്സ് ഫുട്വെയറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കൽ. അപ്പോൾ ഇതാ നല്ല കുറേ സെലക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഇതുപോലെ സിന്ദൂറിലും ഇവിടെയും ഇതുപോലെ മലപ്പുറത്ത് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ജംഷി റെസിപ്പീസ് കണ്ടിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ എടുത്ത് പോക്കുന്നുണ്ട് കേട്ടോ. സിന്ദൂറിൽ നിന്നും ഡ്രസ്സ് ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒലീവ്സൊന്നും ചെരുപ്പൊക്കെ എടുത്തിട്ട് പോലുണ്ട് എന്ന് ഇവിടെ ഞാൻ വരുമ്പോൾ ഇവർ എന്നോട് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ് കേട്ടിട്ട് എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് കണ്ട കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. പിന്നെ എവിടെ ഞാൻ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ റേറ്റ് അതാണ് നിങ്ങളെ ആകർഷിച്ച കാര്യം അത് തന്നെ ആയിരിക്കും. 400, 500, 600 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അധിക ചെരുപ്പുകളുടെ റേറ്റൊക്കെ വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ 2 ഗിഫ്റ്റായിട്ട് ചെരുപ്പ് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് ചിലപ്പം ആ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്യാനും പിന്നെ അവരുടെ സൈസ് കാര്യങ്ങൾ അതൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചെരുപ്പാക്കണോ ബാഗാകണോ എന്ന് വിചാരിക്കുക. കാര്യം ബാഗാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കാനില്ല, അവർക്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതി. എന്തായാലും എല്ലാ ലേഡീസും ബാഗ് യൂസ് ചെയ്യും. പക്ഷേ ചെരുപ്പ് അങ്ങനെയില്ല. സൈസിലൊക്കെ ഇപ്പോൾ നമുക്ക് സൈസ് പറഞ്ഞു തന്നാലും ചില മോഡലിൽ ചില ബ്രാൻഡിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ എനിക്ക് 2 മൈൻഡായിട്ടോ, ഇനി ചെരുപ്പ് എടുക്കണോ ബാഗ് എടുക്കണോ എന്നുള്ളൊരിത് വന്നു. അപ്പോൾ ഇത് നമ്മളെ മൂത്തമ്മൻ്റെ മോൻ്റെ ഷോപ്പാട്ടോ, അസിക്ക എന്ന് പറയും. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, ഞാൻ വീഡിയോയിൽ എപ്പോഴും കാണിക്കലുണ്ട്. ഇത് ഇപ്പോഴും കാണിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അസിക്ക എന്നോട് പറഞ്ഞു നീ ബാഗ് എടുത്തോ, ഗിഫ്റ്റായിട്ട് ബാഗ് കൊണ്ടുപോയിക്കോ, എന്നാൽ അവർക്ക് കുഴപ്പമില്ലല്ലോ, ആ സൈസിൻ്റെ ഒരു പ്രശ്നം വരില്ലല്ലോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ബാഗ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. എന്നാലും ചെരുപ്പുകളൊക്കെ കുറേ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജെൻസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അപ്പുറത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമുക്ക് അത്ര ഇതല്ലല്ലോ, അതുകൊണ്ടാണ് ആ ഏരിയയിലേക്ക് അങ്ങനെ പോകാത്തത് കേട്ടോ. അതുകൊണ്ട് ഷൂ, ഫ്ലാറ്റ് അതിലൊക്കെ എന്താ പറയുക ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനല്ലേ ഞാൻ വന്നത്. പക്ഷേ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ തോന്നുമല്ലോ. നമ്മൾ ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് വരുന്ന സമയത്ത് കിട്ടൂല. പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ എല്ലാം നല്ലതുമായിരിക്കും അല്ലേ. അതുകൊണ്ട് ജെൻസിൻ്റെ ആ ഒരു ഏരിയ തന്നെ ജെൻസിനുള്ളതാട്ടോ. ഒരുപാട് കളക്ഷൻസ് ഷൂവിലും ചെരുപ്പിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ബാഗ് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ബാഗ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കാണിച്ചു തരാം. അടുത്തതാ ഇത് കേട്ടോ. അപ്പോൾ നല്ല ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതല്ല കേട്ടോ ഞാൻ എടുത്തത്, ഇതും കൂടെ നോക്കിയതാണ്. ഇതല്ല ആസിക്കാൻ്റെ കയ്യിലുള്ള ആ ഒരു ബ്ലാക്കും ഇതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, കുറേ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ഇതാ അങ്ങനെ അവിടെ നിന്നും സാധനങ്ങൾ എടുത്തു. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ജാംജൂമിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഗിഫ്റ്റ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത് കുക്കറാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുക്കറില്ലേ അത് നമ്മൾ ഫസ്റ്റ് പ്രൈസിനും സെക്കൻഡ് പ്രൈസിനും ഒരുപോലെ കുക്കർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 ആളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത 10 ആളിൽ നിന്നും ഞാൻ പറഞ്ഞു തരാം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കർ എനിക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറേ അധികം പ്രോഡക്റ്റ് നിങ്ങൾ ചോദിക്കുകയല്ലേ, കുറേ അധികം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ അടുത്ത് ഞാൻ കിച്ചൺ മേക്ക് ഓവർ ചെയ്തപ്പോൾ കണ്ടിട്ടില്ലേ, ഒരു നമ്മൾ ലിക്വിഡൊക്കെ ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതില്ല, അതിൻ്റെ വൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട്. എന്നാൽ റേറ്റ് ഉള്ളതുണ്ട്, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആകുന്ന ആ ഒരു റേറ്റിന് വരുന്നതും ഒരുപാടുണ്ട് കേട്ടോ. അത് കണ്ടോ, വെറൈറ്റി കളക്ഷൻസാണ്. ഞാൻ ഇവിടെ നിന്നാണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചോദിക്കല്ലേ എൻ്റെ ടീ, കോഫി, ഷുഗർ അതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ ഓൺലൈൻ പർച്ചേസിങ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിങ്കോ ഇതൊന്നും നിങ്ങൾ പറയല്ലേ, അപ്പോൾ അത് തരാൻ പറ്റാത്തത്. ഓൺലൈനായിട്ട് ഇവർ കൊടുക്കുന്നില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു നോക്കി.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും താമരശ്ശേരി ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കുക്കർ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്ത് പോകലുണ്ട് എന്ന് ഞാൻ വരുമ്പോൾ ഇവരെന്നോട് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ട നല്ല ക്യൂട്ടായിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഉപ്പ് അങ്ങനത്തെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ എൻ്റെ അടുത്തുള്ള ആ ഒരു സെറാമിക്കിൻ്റെ ഒരു കണ്ടെയ്നറില്ലേ, അത് ഇതാണ്. ഞാൻ നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് അതിന് 500 സംതിങ് ആട്ടോ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതെടുത്ത് കാണിച്ചത്. അതിന് വുഡിൻ്റെ അടപ്പാട്ടോ അതിന് വരുന്നത്. പിന്നെ ഇതാ അതിൻ്റെ തന്നെ വേറൊന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ വന്ന് നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നെ. ഇത് ഞാൻ വാങ്ങിയ ആ ഒരു ഐറ്റം ഇവിടെ നിന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇതാ ആ ഒരു ടൈപ്പില്ല ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത്. അതും ടീ കോഫി ഷുഗർ അതിൽ വരുന്നതാണ്. പിന്നെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ല, ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി നിങ്ങൾ ഞാൻ ഇതിനൊക്കെ ഭയങ്കര വില കുറവാട്ടോ. വില കുറവെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ആ ഒരു ജഗ്ഗൊക്കെ നിങ്ങൾ ചോദിക്കില്ല, അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. 300, 400, 500 വലുപ്പത്തിനനുസരിച്ചും ഷേപ്പിനനുസരിച്ചൊക്കെ വില വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നമ്മളെ വിന്നർ എന്ന് പറയുന്നത് ജിൻസി മേജോ 9342 അങ്ങനെയുണ്ട് കേട്ടോ, ജിൻസി മേജോ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അടുത്തത് അതായത് നമ്മളെ 5ാമത്തെ വിന്നർ രേഷ്മ ശ്രീജിത്ത്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മൾ പറയാം ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഇത് നിങ്ങൾ ചോദിക്കല്ലേ, വുഡിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ എന്താ പറയുക ബോട്ടിലും വുഡിൻ്റെ ലിഡും കൂടെയാണ് ഇതിന് വരുന്നത്. ഇത് പക്ഷേ ചില സ്ഥലത്തൊക്കെ തണുപ്പടിച്ചിട്ട് ഇങ്ങനെ പൂപ്പൽ, അതിൻ്റെ അടപ്പിന് പൂപ്പൽ വരുന്നുണ്ടോ. എന്നാൽ ഈ ചൂടുള്ള അവിടെയൊന്നും കുഴപ്പമില്ല കേട്ടോ, അങ്ങനത്തെ നാട്ടിലൊന്നും കുഴപ്പമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തണുപ്പ് തട്ടുമ്പോൾ ഈ വുഡിൻ്റെ ആ ഒരു കളറുള്ള സംഭവത്തിനൊക്കെ പൂപ്പൽ ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ആ വുഡിൻ്റെ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാ ബോട്ടിൽ അത് വരുന്നത്, ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റണമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ആ ഒരു ടൈപ്പ് വാങ്ങിച്ചാൽ അതൊക്കെ കോമൺ ആണ്, എല്ലായിടത്തും കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വലുതിന് ചെറുതിനൊക്കെ റേറ്റ് വ്യത്യാസങ്ങളാണ്. 60 രൂപക്കാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തന്നതിന് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളതിൻ്റെ വേറൊരു മോഡലാട്ടോ ഇത്. അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഞൊറിവില്ല, ഇതിൻ്റെ ഒരു കട്ടിങ് അതില്ല, പ്ലെയിനാണ് ഇതിന് അങ്ങനെയുള്ളൂ. ഇതിനും ഈ ഒരു ടൈപ്പ് ബോട്ടിലിനും കുറച്ച് നമ്മൾ സാധാ ബോട്ടിലല്ലല്ലോ ഇതൊന്നും, അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസവും ഉണ്ടാവും. പിന്നെ അതായത് സെല്ലോൻ്റെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഈ പിക്കിളൊക്കെ ഇട്ട് വെക്കുന്ന അതും നിങ്ങൾ ചോദിക്കല്ലേ, അതും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിലാട്ടോ അത്, നല്ല ഭംഗിയാണ് കാണാനും. അതിന് ഇതുപോലെ ആ ഒരു വലുപ്പത്തിൽ ഉള്ളതിന് 80 അങ്ങനെയൊക്കെ ആട്ടോ റേറ്റ് വരുന്നത്. അതിൻ്റെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. അതിൻ്റെ പ്ലാസ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗ്ലാസിൻ്റെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ നമ്മളെ ടീ പോട്ട്, ഞാൻ പാലൊക്കെ തിളപ്പിക്കുന്ന ചായയൊക്കെ ഉണ്ടാക്കുന്ന, അപ്പം അത് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 640 ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്ക്, 649. ഈ ഒരു വലുപ്പത്തിൽ പല വലുപ്പത്തിലുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തതിന് സെയിം ഇതാണ്. അതിൻ്റെ പല വലുപ്പത്തിലുള്ളതും അവിടെ ഉണ്ട്. സ്റ്റീലിൻ്റെ ലിഡ് വരുന്നതുണ്ട്, അങ്ങനെ പല ഷേപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നവർ ഇവിടെ വന്ന് വാങ്ങിച്ചോ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ച് വെക്കുന്ന ആ ഒരു പൈപ്പുള്ള സംഭവം നല്ലതാണോ എന്ന്. അതിൻ്റെ ഒരു ബോട്ടിൽ ടൈപ്പും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് ഞാൻ ഇവിടെ നിന്നല്ല, കണ്ണൂർ നിക്ഷാൻ എന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. അവിടെ ഓൺലൈൻ പർച്ചേസിംഗ് ഇല്ലാട്ടോ, ഞാൻ ഷോപ്പ് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സ്, അടിപൊളി സാധനങ്ങളാട്ടോ, അവിടെയും കിട്ടുക. പിന്നെ ഇങ്ങനത്തെ ജഗ് അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ നമുക്ക് അടുത്ത വിന്നറിനെ നോക്കാം. രാധാകൃഷ്ണ സുമല്ലിക, കൺഗ്രാജുലേഷൻസ്. പിന്നെ അടുത്ത ആൾ ത്രീ ക്യൂൻസ് വ്ളോഗ്. പിന്നെ അടുത്ത ആൾ ഷൻവ ഫാത്തിമ. കൺഗ്രാജുലേഷൻസ് 2 പേർക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 8 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറയലില്ലേ കമൻറ്റ് എന്തായാലും ചെയ്യണമെന്ന് പറയലില്ല. അപ്പോൾ കമൻറ്റ് ചെയ്താലേ നിങ്ങളുടെ പേര് എനിക്ക് കാണാൻ പറ്റുള്ളൂ, എൻ്റെ ഇതിലേക്ക് വരുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു പ്രൂഫ് കിട്ടും, നിങ്ങൾ കാണുന്നുണ്ട് അത് ഉറപ്പാണ്, അത് എനിക്കും അറിയാം. പക്ഷേ ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതിന് കാരണം ഇതാണ്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റിലൊന്നും കാര്യമില്ല എന്നായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരണം, എൻ്റെ സബ്സ്ക്രൈബറായ നിങ്ങൾക്ക് എനിക്ക് ഗിഫ്റ്റ് എല്ലാവർക്കും തരണം എന്നുണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്
സെലക്ട് ആയിട്ടില്ലെങ്കിലും വലിയ വിഷമമില്ലല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് നിങ്ങൾക്ക് എത്ര ടൈമില്ലെങ്കിലും വീഡിയോ മറക്കുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഇമോജിയോ എന്തെങ്കിലും ഇടുക കേട്ടോ. എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്ന എല്ലാവരുടെ പേരും, സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന എല്ലാവരുടെ പേരും എനിക്ക് ഓർമ്മയാണ് കേട്ടോ. ഞാനിങ്ങനെ ഓർത്തോർത്ത് വെക്കും. നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ അത് റീഡ് ചെയ്ത് പോകുമല്ലോ. റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളത് റീഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ, ഡെയിലി ചെയ്യുന്നവരെ. ഇതൊക്കെ വുഡിൻ്റെ ട്രേ അങ്ങനത്തതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയത് ലേറ്റസ്റ്റ് വന്നതാണ്, വുഡിൻ്റെ കാസറോള് അങ്ങനത്തെയൊക്കെയാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വിന്നറിനെ നോക്കാം. ജംഷീല, കൺഗ്രാജുലേഷൻസ് ജംഷീല. അടുത്ത ആൾ രജിത സിജോ. ഇപ്പോൾ നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തു. കൺഗ്രാജുലേഷൻസ് രജിത സിജോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ വിന്നേഴ്സിനൊക്കെ എൻ്റെ വക എന്താ പറയുക, എൻ്റെ ഒരു ബിഗ് ഹായും കൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തില്ലേ. ഈ 10 പേരിൽ നിന്ന് 2 ആളെ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ഫസ്റ്റും സെക്കൻഡും നമ്മൾ സെയിം സാധനമാണ് കൊടുക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പുതിയത് വന്ന റൈറ്റ് ആട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല റേറ്റും ഉണ്ട്. പക്ഷെ നല്ല രസമല്ലേ കാണാൻ. അതുപോലെ പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ റേറ്റ് കുറവുള്ളതും ഒരു മീഡിയം ആയിട്ടുള്ളതും എന്നാൽ ഹൈ ആയിട്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈ ആയിട്ടുള്ളത് മാത്രമല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള വിന്നേഴ്സിൽ നിന്ന് 10 പേരിൽ നിന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഒരാളെ ഞാൻ കാണിക്കാം. കൺഗ്രാജുലേഷൻസ് ഹഷ്റഫ് തൈവളപ്പിലാണ് കേട്ടോ. നമ്മളെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് വിന്നർ ആയിട്ടുള്ളത് രാധാകൃഷ്ണ സുമല്ലിക. അപ്പോൾ ഇവർ 2 പേരാണ് കേട്ടോ ഫസ്റ്റും സെക്കൻഡ്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റാണ് ഇത് കേട്ടോ. എൻ്റെ കയ്യിലുള്ള യെല്ലോ കുക്കറില്ലേ, യെല്ലോ കുക്കറും അതുപോലെ തന്നെ ഒരു ഹാഷ് കളർ ഗ്രീൻ കളർ പോലത്തെ ഒരു കളറില്ലേ അത് അപ്പുറത്തില്ലേ, അത് രണ്ടുമാണ് അവർക്ക് 2 പേർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണാം. 100-200 അങ്ങനെ എന്തോ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. 3000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസിനും സെക്കൻഡ് പ്രൈസിനും നമ്മൾ അതാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചുരിദാറ്, ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബാഗ്, ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ 2ാമത്തെ കുക്കർ വരുന്നത്. അപ്പോൾ ഞാൻ ചുരിദാർ സെലക്ട് ചെയ്തത് അതിൽ സംസാരത്തിലായിപ്പോയി. സെലക്ട് ചെയ്ത് ഞാൻ ഫസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റിൽ നോക്കിയ ആ ഒരു ഓറഞ്ച് ഇല്ലേ, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ആട്ടത്. അപ്പോൾ ഒരു പാർട്ടി വെയർ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 2ാമത് കാണിച്ചത് ഒരു പിങ്ക്, ഒരു നല്ലൊരു പിങ്ക് കാണിച്ചല്ലോ, സ്റ്റോൺ വർക്കാന്നൊക്കെ ഞാൻ പറയും. ഇപ്പം ഞാനിട്ട ചുരിദാറിൻ്റെ ഒരു കളർ കേട്ടോ. അത് 2ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. പിന്നെ ഞാനിത് വേറൊരു ദിവസം സിന്ദൂറിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഏട്ടത്തിയും മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മുഹമ്മദിനെ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരു നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു 3 ദിവസമാണോ അവർ പറയുക, മാക്സിമം 5 ദിവസം അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പം നിങ്ങൾ വിന്നേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം ID ജംഷി റെസിപ്പീസാണ്. ഒന്നുകിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റിൽ നിങ്ങളെ കറക്റ്റുള്ള അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾ കൊടുക്കണം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വരിക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് 2ലായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ തന്നോ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ തന്നോ, ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ തന്നോ. 2ആയാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ, നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അത് മറക്കരുതേ. അപ്പോൾ ഞാൻ നാളെ അയക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അഡ്രസ്സ് കിട്ടിയാലാട്ടോ എനിക്ക് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോറി, ഒരു 2 ദിവസം കൂടെ പിടിക്കും. നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഡ്രസ്സ് എനിക്ക് തരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താ പറയുക, വിന്നേഴ്സ് ആയവരോടും അല്ലാത്തവരോടും നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഭാഗ്യം ഉള്ളവർക്ക് മാത്രമല്ലേ വിന്നേഴ്സ് മുഹമ്മദിൻ്റെ കളിയുണ്ട്. എനിക്ക് തന്നെ ചിരി വരുന്നു കേട്ടോ സംസാരത്തിൻ്റെ ഇടയിൽ.
അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കും എന്നോടൊന്നും തോന്നരുത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും നമുക്ക് എന്തായാലും തരാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇൻഷാ അള്ളാ നമ്മൾ ഗിഫ്റ്റൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ ചാനൽ, നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ചാനലിലുള്ള വിവരം നിങ്ങൾ പറയുക, വാട്സപ്പിലും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്താ പറയുക, സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോസ് ഞാൻ തരുമ്പോൾ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളും തരിക കേട്ടോ. നല്ല നല്ല കമൻറ്റ് പറയുന്നില്ല, വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അത് എപ്പോഴും തരിക കേട്ടോ, അത് നിങ്ങൾ മറന്നു പോകരുത്. അത് നമുക്കുള്ളൊരു സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.